ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അറേബ്യൻ സ്വീറ്റ് ആയിട്ടുള്ള മാസൂബ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അതുപോലെ ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. വീഡിയോ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ വിശദമായിട്ട് പറയുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടെ ടൈം എടുക്കുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഇത് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ട് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ സ്വീറ്റ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് ഖുബ്ബൂസ് വേണം, അതുപോലെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേനാണ് വേണ്ടത്. പിന്നെ ഞാൻ ഈ പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നേന്ത്രപ്പഴമല്ല കേട്ടോ, റോബസ്റ്റ പോലത്തെ ഒരു പഴമാണ്. ചെറുപഴം എടുത്താൽ മതി. പിന്നെ കുറച്ച് ചീസ് വേണം, ചെഡർ ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി ഇത് 3 ഖുബ്ബൂസാണ് എടുത്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ചെറിയ ഇതിൽ ബ്ലെൻഡറിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുക ചെയ്താൽ മതി. പൊടിച്ചെടുക്കുമ്പോൾ അതാണ് നല്ലത്. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഒരുപാട് ഫൈൻ പൗഡറായിട്ടല്ല കേട്ടോ, കുറച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരു 2 പ്രാവശ്യം പതുക്കൊന്ന് തിരിച്ചെടുത്താൽ മതി. അപ്പം അതുപോലെ നമുക്ക് കിട്ടും. ഞാൻ നമ്മുടെ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. 3 ഖുബ്ബൂസ്ക്ക് 3 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം അതൊന്നൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. അത് ഈ റൊട്ടിക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. ഈ പഴം ഉടച്ചിട്ട് കൂടുതൽ സമയം വെക്കണമെങ്കിൽ പെട്ടെന്ന് കറുത്തു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ആ സമയത്ത് മാത്രം ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കണില്ല കേട്ടോ. ഈ പഴത്തിൻ്റെ മധുരം തേനിൻ്റെ മധുരം മാത്രമാണ് ഇതിന്. അതാണിത് ഹെൽത്തി ആണെന്ന് പറയാൻ കാരണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും തന്നെ. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 100 ഗ്രാമിൻ്റെ 2 ഇതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാത്രത്തിലുള്ളത് ചേർത്ത് കൊടുക്കാം. ഇതിന്നൊരു പകുതിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ബാക്കിയും കൂടെ പിന്നെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. ക്രീം ഉണ്ടെങ്കിൽ ക്രീം കുറച്ച് കൂടുതലായിട്ടുണ്ടായാലും നല്ല ടേസ്റ്റാണ്. ക്രീം ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ലല്ലേ, നല്ല ടേസ്റ്റാണല്ലോ. എന്തിൽ ചേർത്താലും ടേസ്റ്റാണ്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. അപ്പം നമുക്കിത് റൊട്ടി പൊടിച്ചെടുക്കണേ പഴം എടുക്കണ അത്രയും ഒരു സമയം മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ ക്രീം കുറച്ച് കുറവാണ്. അപ്പം ഞാൻ ബാക്കിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ 200 ഗ്രാം ക്രീം മൊത്തം ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് ബാലൻസ് അവിടെ വെച്ചിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തികഞ്ഞിട്ടില്ല തോന്നിയപ്പോൾ ബാക്കിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ മിക്സ് ചെയ്തതിനു ശേഷം കൂടുതൽ സമയം വെക്കരുത്. കഴിക്കുന്ന ആ സമയത്ത് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. പഴമുള്ളതുകൊണ്ട് ഒരു കളർ ചേഞ്ച് പെട്ടെന്ന് വരും. അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തേൻ ആഡ് ചെയ്യാറില്ല കേട്ടോ. അത് ലാസ്റ്റ് മാത്രമേ നമ്മൾ തേൻ ചേർക്കുള്ളൂ. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക.
ഇനി ഞാൻ ഈ ബൗളിലേക്ക് ഇടുന്നുണ്ട്. ഇങ്ങനെ കട്ടിയായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക കേട്ടോ. നമ്മളിങ്ങനെ കോരി കഴിക്കുന്ന ഒരു പാകത്തിൽ തന്നെയാണ് അത് ഉള്ളത്. ഒരുപാട് ലൂസ് ആവാറില്ല. അപ്പോൾ നമ്മൾ ക്രീമും പഴമൊക്കെ ചേർക്കുമ്പോൾ അതിൽ ആ ഒരു ഇതിൽ തന്നെ പരുവത്തിൽ തന്നെയാണ് നമുക്കിത് വേണ്ടത്. ഇതിൻ്റെ മുകളിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. അത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇട്ടാൽ മതി. പിന്നെ നമുക്ക് തേനും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ തേനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിലൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. തേനൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ കഴിക്കാം. എപ്പോഴും ഒരു മീഡിയം മധുരമാണെങ്കിൽ നമുക്ക് അത്ര കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. ഓവറായിട്ട് തേൻ്റെ മധുരമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മടുപ്പ് വരും. അതുകൊണ്ടൊരു പാകത്തിന് മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ മാസൂബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.